ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ഇവിടെ സിമ്പിൾ വീട് എങ്ങനെയാക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീടിൽ അങ്ങനെ ഒരു വീട് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ആദ്യമേ ഇങ്ങനെ നിങ്ങൾ കള്ളി പോലെ ഇതാക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ലാവ ഇടാം. ലാവ ഇങ്ങനെ ഇട്ടിട്ട് പോകാം. ഇട്ടുകൊണ്ട് ക്രിയാണ് ഗൈസ്, ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ഇങ്ങനെ ലാവിട്ടിട്ട് പോകണം ഗൈസ്. ലാവിട്ട് ഇങ്ങനെ ഫുള്ളായി കഴിഞ്ഞാൽ ഇത് താഴെ എത്തുന്നവരെ കാത്തിക്കണം. താഴെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക മെല്ലനെ. വ്യൂ കാണിക്കാൻ വേണ്ടി താഴോട്ട് പോകുന്നതാണ് ഗൈസ്. ഇങ്ങനെ താഴെ ഇങ്ങനെ വന്ന് മുട്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തട്ടുമ്പോൾ കല്ലായിട്ട് വരും ഗൈസ്. സിമ്പിൾ വീടാണ്, സിമ്പിളായിട്ട് ആക്കാം. ഏത് ന്യൂബിനും ആക്കാം, സിമ്പിളും. എന്നിട്ട് താഴെ എത്തിക്കതിന് ശേഷം വെള്ളം നമുക്ക് ഇടാൻ തുടങ്ങാം. വെള്ളം ഇട്ടിട്ട് തുടങ്ങാം. അങ്ങനെ ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് പോകണം. വെള്ളം അങ്ങനെ ഫുള്ളിടണം ഗൈസ്. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ളിടണം. ഇതും വെള്ളവും താഴെ എത്തുന്നവരെ കാത്തിരിക്കാം. ഇനി നമുക്ക് വെള്ളം താഴെ എത്തുന്നവരെ കാത്തിരിക്കാം. ഇനി നമുക്ക് സ്പോഞ്ച് എടുക്കാം ഗൈസ്. സ്പോഞ്ച് എടുത്ത് വെള്ളം പോയിപ്പിക്കണം ഗൈസ്. വെള്ളം അങ്ങനെ പോയിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഈ മേൽഭാഗം മൂടണം, താഴ്ഭാഗം കുറച്ച് മൂടണം. അപ്പോൾ വീട് റെഡിയായി. പിന്നെ വാതിലും വെച്ചെടുക്കണം. സിമ്പിൾ ഹൗസ് ഇവിടെ റെഡിയായി. നമുക്ക് വെള്ളം ഇറങ്ങുന്നവരെ കാത്തിക്കാം. ടീൻ്റെ മേലെ വാർത്തിട്ട് നമുക്ക് താഴെയും തറ കെട്ടാം. ഈ വാതിലും 5-6 ജനലും വെച്ച് ലൈറ്റും വെച്ചാൽ വീട് റെഡിയായി. ഗൈസ്, അങ്ങനെ നമ്മൾ വാർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, ഞാൻ ഒന്ന് അടിച്ചിട്ട് വരുന്നു. അവിടെ ലാവ് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഗ്യാപ്പ് അങ്ങനെ എടുക്കുക, ഗ്യാപ്പ് അടിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഗ്യാപ്പല്ല, സോറി ഗൈസ്. അങ്ങനെ നമ്മൾ പകുതി വാർത്തിട്ടുണ്ട് ഗൈസ്. ഇനി ആ കുറച്ചും കൂടിയേ ഉള്ളൂ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഇട്ടിട്ട് അത് ഫുള്ള് ഇതാക്കണം ഗൈസ്. ഫുള്ള്
ഗൈസ് ഫൈനലി നമ്മൾ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് തായിലോട്ട അത് അവിടെ എന്തുവായത് ലാവാടെ ശരിക്കും എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഓട്ട പോലെ ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ സൈഡ് നമുക്ക് ഡോർ വെച്ചെടുക്കാൻ തോന്നുന്നു. ഇപ്പോഴത്തെ സൈഡ് നമുക്ക് ഡോർ വെക്കാം ഗൈസ്. ഇവിടെ എന്തോ ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് ആ ഗ്യാപ്പ് അടക്കാതെ ആദ്യം ഇവിടെ ഗ്യാപ്പ് എടുക്കാം. കാരണം ഇവിടെ വെള്ളം എത്തിയുണ്ട്, ലാവ് എത്തിയിട്ടില്ല. ഇവിടെ വെള്ളം എത്തിയത് കൊണ്ട് ലാവ് ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേഗം അടച്ച് കളയാം. നമുക്ക് വേണമെങ്കിൽ ഈ കല്ലിന് ഉപയോഗിക്കണമെന്നൊന്നുമില്ല, വേറെ ഏതെങ്കിലും കല്ല് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ലാവയും വെള്ളം കൂടിച്ചേരുമ്പോൾ ഈ കല്ല് തന്നെ കിട്ടുക, അത് വേറെ കാര്യം. പിന്നെ വേറെ കല്ല് കിട്ടും, നെതറാക്കാൻ ഒരു കല്ല് കിട്ടും ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിവിടെ ഉള്ള അധികം വന്ന കല്ലെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ആ കല്ലുകൾ പൊട്ടിച്ച് അതിൻ്റെ അടിയിൽ വന്ന കുഴി അടച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴി ഇങ്ങനെ അടിച്ചെടുക്കുക കണ്ട, ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടാവുക ഗൈസ്. മേലെ നോക്കിയാൽ രാത്രി ആകാനായിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്പീഡിൽ പണി ചെയ്ത് തീർക്കുകയാണ്. ഞാൻ എന്നാൽ ഈ പണി അങ്ങനെ ഫുള്ളാക്കട്ടെ. ഗൈസ് ഓൾമോസ്റ്റ് ഫുള്ളാകാനായി. തറ അങ്ങനെ ഫുള്ളായിരിക്കുകയാണ്. ഞാൻ ഇവിടെ ലൈറ്റ് വെക്കുന്നില്ല, ഇത് യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല, ഞാൻ ഇടയ്ക്ക് വന്ന് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന് ലൈറ്റെല്ലാം വെക്കാം. അടുത്ത കൊല്ലത്ത് ഞാനിതൊരു 2 അട്ടിയാണ് 3 അട്ടിയായിട്ട് നമുക്ക് ബിൽഡിങ് തന്നെ ആക്കാം. ഇതിൻ്റെ ഉള്ളിൽ ബിൽഡിങ് എല്ലാം ആക്കാം. തൽക്കാലം ഇപ്പോൾ ഞാൻ ഡോർ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോക്ക് പിന്നെ ഒരുപാട് ലെങ്ത്ത് കൂടും, അതുകൊണ്ട് ഞാൻ ഇവിടെ വേഗം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എന്നാൽ ശരി.